ഹലോ ഗൈസ്, ഞാനാണ് എം സി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ ഒരു പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുകയാണ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 പാർട്ട് 2. ഇത് വലിയ പേരാ. ഇനി ഞാൻ വീണ്ടും വന്ന് പോപ്പി പ്ലേ ടൈമായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിൽ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് എം സി. എന്താണ് ഇങ്ങോട്ട് നീക്കാൻ നേരത്തിൽ സ്റ്റക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടില്ലെന്ന് അറിയില്ല, എനിക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സെറ്റ് ചെയ്ത് പോയി നോക്കാം. 2000 years later. ഓക്കെ, അത് ആ ബഗ് ഫിക്സായി. ഓക്കെ, നമുക്ക് കളിയിലോട്ട് കിടക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ മഞ്ഞ നീല അത് വെച്ചു. ഇനി നമുക്ക് അടുത്ത് എടുക്കാം. അടുത്ത അതെ പച്ച. എവിടെയാടാ യുവന്മാർ? കള്ളന്മാരാണ് ഗൈസ്, എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതെ കിട്ടി. റെഡ് സാധനം താടാ, എനിക്ക് റെഡാണ് വേണ്ടത്. റെഡ് കിട്ടി. അതേ മഞ്ഞ. ഭാഗ്യം. അവന്മാർക്ക് മനസ്സിലായി ഞാൻ എം സി ആണ്. ഓക്കെ, പുറത്തോട്ടുള്ള വഴിയത് പാർക്കോർ ഗൈസ്. പാർക്കോർ ഇതാണ് നമുക്ക് മണ്ടക്ക് പോകേണ്ടത്. പാർക്കോർ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ എവിടെയെങ്കിലും വഴിയുണ്ടോ? അടേ ഡോറ്, പുതിയ ഡോറ് വന്നു ഗൈസ്. ഡോർ തുറന്നു. നമ്മളിവിടെ എത്താൻ പോവാട്. ഇവിടെ ഇതൊന്നും എനിക്കറിയില്ല ഗൈസ്, ഇതൊക്കെ തന്നെ കണ്ടുപിടിച്ചാണ് ഞാൻ. ചുമ്മാ ഞാൻ യൂട്യൂബിൽ പോയി വീഡിയോ നോക്കി എങ്ങനെ അടിച്ചോണം. ഓക്കെ, ഇനി നമുക്ക് അതെല്ലാം ഇവിടെ വെക്കാം. വളരെ സാധനമായ വാ. ഇനി ഇവിടുന്ന് നമുക്കൊരു കൈ കിട്ടും ഗൈസ്. ആ കൈയാണ് റെഡ് കൈ. അപ്പം നീലയും റെഡിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. റെഡ് കൈ വെച്ച് നമുക്ക് തല അടിക്കാൻ പറ്റും. നീലക്കൈ കൊണ്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. ഓക്കെ, ആ റെഡ് കൈ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇങ്ങോട്ട് വരണം. താഴോട്ടിട്ട് പൊട്ടിച്ചടാ, നശിപ്പിച്ചല്ലേ റെഡ് കൈ. ഓക്കെ, നമ്മുടെ റെഡ് കൈ ഇവിടെ ഉണ്ട് ഗൈസ്. ബ്രോ എൻ്റെ റെഡ് കൈ. ബ്രോ റെഡ് കൈ എങ്ങനെ എടുക്കുന്നേ? കള്ളന്മാര് റെഡ് കൈ എടുക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നിട്ടില്ല. നായ് ഗൈസ്, റെഡ് കൈ കിട്ടുന്നില്ല. 2000 years later. കിട്ടി. അപ്പം ഈ റെഡ് കൈക്കുള്ള കീ ബൈന് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. വർക്ക് ചെയ്ത് അല്ലേ വിദ്യ. ഇപ്പം നമുക്ക് 2 കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 2 കൈക്ക് പല ഉപയോഗമുണ്ട്. ഇവിടെ നീല വെക്കണം, നീല പറയുന്ന സ്ഥലത്ത് നീല വെക്കണം, റെഡ് പറയുന്ന സ്ഥലത്ത് റെഡ് വെക്കണം. അപ്പോൾ ഈ തുറയും നമ്മൾ ഏതോ ഒരു പുതിയ ലോകത്ത് തുറന്ന് അള്ളാഹു എന്നെ കാത്തോളെ. ബ്രൈറ്റ്നസ് കൂട്ടാം, ഒന്നും കാണുന്നില്ല. അള്ളാഹു എന്നെ കാത്തോടെ. ഞാൻ പോകുവാണ് ഏതോ ഒരു വഴിയിൽ. ഭാഗ്യ അടിവറം. ഹഗി ബ്രോ, ഞാൻ എം സി, എന്നെ അറിയാവോ? ഓക്കെ, എടാ ഇവിടെയാണോടാ ഹഗി വരുന്ന? ഏതോ ഒരു സ്ഥലത്ത് ഹഗി വരുമല്ലോ. ഇതെവിടെയാ? ഇങ്ങോട്ട് കയറാനും പറ്റൂല. ഇത് തോന്നുന്നു കൈസ്. ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഇവിടെ വഴിയാണ് കൈസ്. ഇതെവിടെയാ? അവിടെ ലൈറ്റ് തന്ന്. അവിടെ എൻ്റെ കൈ കൊണ്ട് വെക്കണം. കൈ വെച്ചൂടെ? ഇതിങ്ങനെ കറങ്ങണ. പിന്നെ ഇതാ കറങ്ങാലോ. നീ ഇങ്ങോട്ട് പോകണം. ചെയ്ത് കറക്റ്റല്ലേ? നീ പോട്ടെ. ഈ വഴി തുറയോ? തുറന്ന്. അല്ല, പിന്നെ ഞാൻ പണ്ടേ ജീനിയസ് ആണ്. ഇപ്പം വേറെ എവിടെയാ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് നടക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കാൻ പാടില്ല. പക്ഷേ തൊട്ടടുത്ത് അനിയത്തി എടുക്കുക. അനിയത്തില്ല പറഞ്ഞ ഗെയിം കണ്ടിട്ട് പക്ഷെ ഞാൻ പേടിച്ചില്ല. അതൊന്നും കണ്ടെന്ന് എന്നിട്ടിപ്പോ പേടിച്ചില്ല. തല അയ്യോ, ഇതേപോലെ എൻ്റെ തലയെ മുറിച്ചെടുക്കുവോ? എനിക്ക് തിരിച്ചു പോണോടാ. എൻ്റെ തല മുറിച്ചെടുക്കോടാ ഇവന്മാര്. എനിക്കിനി ജീവിക്കണം. പേടിക്കത്തില്ല. ഈഗോ വരട്ടെ. ഇങ്ങോട്ടാ പോകണ്ട കൈസൻ്റെ ഈഗോ വരട്ടാക്കി വരും. ഞാൻ പോവും. എനിക്കൊരു പേടിയില്ല. വൈകിടെ മുന്നിൽ കൊണ്ട് നിർത്തല്ലേ. ഏതാ സ്ഥലം? അതൊക്കെ എന്തൊക്കെയോ സംഭവേ. അതെന്തുവാ? ഞാനെടുത്ത് അത്ര കൈ എത്തുവാണോ എൻ്റെ സ്പൈഡർ ബാഗ് കൈ. ഇവിടെ ഒരു ബട്ടർ
ഓ മനസ്സിലായി, ഇവിടെ നിൽക്കാൻ നമ്മുടെ മറ്റേ പാട്ട്. നല്ല പാട്ട്, നല്ല പാട്ട്, നല്ല പാട്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. മണ്ടക്കോട്ട് ഓക്കെ. അനിയത്തോടെ പോലെ അനിയത്തിക്ക് എല്ലാം അറിയാൻ തോന്നുന്നു. കളിച്ചിട്ടുള്ള ഗെയിമാന്ന് തോന്നുന്നു. ഇല്ല, ആദ്യമായിട്ട് കളിക്കുന്ന. ആ അത് ബേബിയല്ലോ. ഒരു ബ്ലൂ പാവ. അതന്നെ ബേബിയല്ലോ, നീല കളറിലുള്ള ഉടുപ്പിട്ടവൻ. ആ അത് ബ്ലൂ അല്ലോ, ഇത് ഹബീബ് ഹബി. അതങ്ങനെയാ പേരങ്ങനെ. ഓക്കെ ഗൈസ്, ഇത് എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് പോകണം. ഓക്കെ, അല്ല പിന്നെ ഞാൻ സീന. അടേ അങ്ങോട്ട് പോകണേതാ? ഈ കമ്പി കൊള്ളാതെ വേണം ഗൈസ് നമുക്ക് പോവാൻ. അപ്പം ഞാൻ എൻ്റെ 10,000 ഐക്യു ലെവൽ ഉപയോഗിച്ച് ഇങ്ങോട്ട് ചാടും. അല്ല പിന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം ഓഹി ഇന്നലെയും കൂടെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഇത്തിരി ബുദ്ധി തരണമെന്നും പറഞ്ഞു. അറിയത്തില്ല നിനക്ക്? അവൻ തന്നെ. അതിൻ്റെ അകത്തുള്ള ഓഹി വന്ന് ഇന്നലെ എൻ്റെ ഇത്തിരി ബുദ്ധി ചോദിച്ചായിരുന്നു. ഇവൻ കൊടുക്കാത്തതിന്റെ കാരണം ഇവന്റെ ബുദ്ധിയില്ല, അത് പറഞ്ഞു. എൻ്റെ ഗൈസ്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ചെയ്ത് എവിടെ തെറ്റുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ കൈയെടുത്ത് ഈ ഒരു ഏണിയിലോട്ട് മുട്ടിക്കാം. ഇനി എനിക്ക് തിരിഞ്ഞു പോകണം. എൻ്റെ 3 മില്യൺ ഐക്യു, 3 മില്യൺ മാറ്റി നമുക്ക് ഇനി 400 ഐക്യു ഉപയോഗിക്കാം. അപ്പം ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് എൻ്റെ തലച്ചോറ് പറയുന്നത് പിന്നെ മണ്ടക്ക് കയറണമെന്നാണ്. എപ്പോഴും നമ്മൾ തലച്ചോറ് പറയുന്നത് കേൾക്കണം. അപ്പോൾ കറക്റ്റാവും കണ്ടോ. എന്നിട്ട് ഇത് ഇങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത്. തലച്ചോറ് ചാകാൻ പറഞ്ഞാലും ചാകണം. എത്താടാ പോവാത്തേ? എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ച്. ഞാൻ ചായയും വടയും കുടിക്കാൻ വന്നതാ. അപ്പം ഈ സ്ഥലം ഞാൻ കണ്ടു. ചേട്ടൻ്റെ അടുത്ത് ചായ ചോദിച്ചതാണ് എന്നെ ഏതോ സ്ഥലത്ത് എത്തിച്ച്. അതും കുടിച്ചോട്ട് പോയാ പോരായിരുന്നു. ചായക്കോട്ടിയില്ലേ ഞാൻ ഇവിടെ വന്ന. ഈ ഓക്കെ, ആരുമില്ലാത്ത ബംഗ്ലാവ്. ഈ സ്പൈഡർമാനെ പോലെ എൻട്രി ചെയ്യാൻ കഴിച്ചു. നിങ്ങൾ സ്പൈഡർമാൻ എത്ര അയക്കുന്നൊക്കെ ചാടുന്ന പോലെ ഞാൻ ചാടും. ഓക്കെ, എവിടെ എത്തിയിട്ടുണ്ട്? ഓക്കെ, ഇനി നമുക്ക് ഈ ലിവർ വലിക്കണം ഗൈസ്. കിഡ്നിയുടെ ലിവർ. എന്ത് തുറയാത്തെ? തുറടാ കള്ള പൂജാരി മോനെ, എന്ത് തുറയാത്ത ഗൈസ്? പുറകിന്റെ പ്രേതം വരുവേ. ഇതിനകത്തൊന്നും നിക്കണ്ടായിരിക്കും. ഇതിനകത്തൊന്നും നിക്കാനില്ലായിരിക്കും. പവർ ഓണി നിൽക്കണം. ഓക്കെ, പവർ ഓണി ഞാൻ നിൽക്കിട്ടുണ്ട് ഗൈസ്. ഇത് ഇല്ല, വേറെ എന്തോ പവർ ഓണി തന്നെ കറക്റ്റ് ഇവിടെ നിന്ന്. ഇപ്പോഴോ ഇവന്മാര് കണ്ണു തുറക്കണം. ഇല്ല, ഏയ് മണ്ടക്കായതിൽ തെറ്റിയതാ. ആ ബട്ടണല്ലേ ഇത്ര അണ്ണായി മണ്ടക്കോണം. ബുദ്ധി ഉപയോഗിച്ച ഇങ്ങനത്തെ പൊട്ടത്തരം കാണിച്ചു. കറക്റ്റില് നിങ്ങൾ പറഞ്ഞോ എന്തോ മണ്ടത്തരം കാണിച്ചു. വലിയ വലിയ പുതിയ ആൾക്കാർക്ക് മണ്ടത്തരം പറ്റും. ഇപ്രാവശ്യം ലെഫ്റ്റ് ബട്ടൺ. ഓക്കെ, ഞാൻ നിർത്തി കഴിച്ച്. ഇനി അടുത്ത വർഷം വരാം. ബൈ.